സുബ്ഹാനല്ലാഹ്. നിങ്ങളാരെങ്കിലും ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടോ? ലക്ഷദ്വീപിൽ പോയാൽ നമ്മൾ അമ്പരന്നു പോകും. ചെറിയ നാട്, 2-3 കിലോമീറ്റർ മാത്രമുള്ള നാട്. അതിന്റെ 4 ഭാഗത്തും വളരെ വലിയ ആഴക്കടലുകളാണ്. ആ കടൽ ഏത് ഭാഗം നോക്കിയാലും കടൽ കാണുന്നു. മധ്യത്തിൽ കുറഞ്ഞ സ്ഥലത്ത് കുറെ ജനങ്ങൾ താമസിക്കുന്നു. ആ താമസിക്കുന്ന ജനങ്ങൾ സുബ്ഹാനല്ലാഹ് അവർക്ക് ശുദ്ധവെള്ളം കിട്ടണ്ടേ? 4 ഭാഗം കടലാണ്. പക്ഷേ ആ കടലിന്റെ സമീപത്ത് അവർ കിണർ കുഴിച്ചാൽ നല്ല ശുദ്ധവെള്ളം കിട്ടുന്നു. അല്ലാഹു വെച്ചു കൊടുത്ത സംവിധാനമാണ്. ഇനി സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ സാധാരണ വെള്ളം കിട്ടാൻ കിണർ കുഴിച്ച് താഴോട്ട് കുഴിച്ചു നോക്കലാണെങ്കിൽ, ഞാൻ വയനാട്ടിലെ വലിയ ഉയരമുള്ള മലയിലേക്ക് കയറിപ്പോയപ്പോ ആ വലിയ മലയുടെ മേലെ ആളുകളുണ്ട്. അവർക്ക് എങ്ങനെ വെള്ളം കിട്ടുമെന്ന് ചിന്തിക്കുമ്പോ കാണുന്നത് എന്താണ്? അതേ മേലെ നിന്ന് വെള്ളം പൊട്ടി താഴോട്ട് ഒലിക്കുകയാണ്. അതേ അവിടെ ആവശ്യമുള്ള വെള്ളം മേലെ തന്നെ ലഭിക്കുകയാണ്. ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയന്ത്രണം, അവന്റെ സൃഷ്ടിപ്പ്, അവന്റെ കൊടുതി. സുബ്ഹാനല്ലാഹ്. ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ വലിയ രസം തോന്നി. കടലങ്ങനെ തന്നെ തിരമാല ചക്രിയങ്ങ് അടിച്ചിങ്ങ് വന്നാൽ ഈ നാടങ്ങ് നക്കി നശിച്ചു പോകും. പക്ഷെ അതില്ലാതിരിക്കാൻ അല്ലാഹു തആല ആ ദ്വീപിന്റെ 4 ഭാഗത്തും വലിയ പാറക്കെട്ടുകൾ, വലിയ 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 പാറയുടെ കഷ്ണങ്ങൾ അല്ലാഹു തആല അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. 4 ഭാഗവും പാറക്കല്ല് കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ചെറിയ 2 ദ്വീപുണ്ട്. ബംഗാരത്ത്, തിണ്ണകര എന്ന് പറയുന്ന ദ്വീപുകൾ. ആ ദ്വീപിനടുക്ക് ചെന്ന് നോക്കുമ്പോ അടുത്തടുത്താണ്, 2 ചെറുതാണ്. ആളുകൾ താമസം ഇല്ലാത്ത ദ്വീപാണ്. അവിടെ ടൂറിസ്റ്റുകാരൊക്കെ പോകും. ഞാനും അകത്ത് ദ്വീപിൽ നിന്ന് ഒരു ദിവസം അവിടെ കാണാൻ പോയി. അങ്ങനെ ബോട്ട് കയറി പോയി ചെന്ന് നോക്കുമ്പോ അവിടെ ഈ 2 ദ്വീപും അടുത്തടുത്ത ദ്വീപാണ്. അതുകൊണ്ട് അതിന് 2നും കൂടി ഒരൊറ്റ മതിലാണ്. 2നും കൂടി പാറക്കെട്ടുകളെ കൊണ്ടുള്ള ഒരൊറ്റ മതിലിന്റെ ഉള്ളിലാക്കി അല്ലാഹു സംരക്ഷിച്ചു. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും നമുക്കിപ്പോൾ വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. കിണർ കുഴിക്കുമ്പോ ആ വെള്ളം മേൽഭാഗത്ത് നിന്ന് താനേ പെയ്തിറങ്ങുകയാണ്. അത് പിന്നീട് ഭൂമിയിലെത്തിയാൽ അത് നശിച്ചു പോകാതെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ആ സ്റ്റോർ ചെയ്യുന്നത് മണ്ണിന്റെ അടിയിലാണ്. മണ്ണ് എന്ന് പറയുന്നത് വലിയ ഫിൽട്ട് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് ആ മണ്ണിലത് സൂക്ഷിക്കുമ്പോൾ വെള്ളത്തിനൊരു കേടും വരുന്നില്ലെന്ന് മാത്രമല്ല, വെള്ളം കൂടുതൽ ശുദ്ധമാവുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ സർവ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത റബ്ബ്, ആ റബ്ബിന്റെ പാവപ്പെട്ട അടിമ അവനൊരിക്കലും അഹങ്കാരിയാകാൻ പാടില്ല. ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ പാടില്ല. വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഇവിടെ അധികാരം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അവന്റെ അധികാരം അവൻ നടപ്പാക്കുകയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വാസമില്ലാത്തവൻ അവൻ ചിലപ്പോ ഇങ്ങനെ വീമ്പിളക്കും. എന്ത് പഠിച്ചവനൊക്കെ ചോദിക്കും. അവനോട് നമ്മൾ ചോദിക്കുക, നിനക്ക് നിന്റെ ഹാർട്ട് നിയന്ത്രിക്കാൻ കഴിയുമോ? നിന്റെ ബ്രെയിൻ നിയന്ത്രിക്കാൻ കഴിയുമോ? നിന്റെ കിഡ്നി നിയന്ത്രിക്കാൻ കഴിയുമോ? നിന്റെ കരൾ നിയന്ത്രിക്കാൻ കഴിയുമോ? എന്തിനധികം പറയണം, നിനക്കൊരു രോഗം വന്ന് നിനക്ക് അല്പം രക്തത്തിന്റെ കുറവ് സംഭവിച്ച്
നിന്റെ ശരീരത്തിലേക്ക് രക്തം കയറ്റണം എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ ഈ രക്തം ഇന്ന് വലിയ ശാസ്ത്രം പുരോഗമിച്ച കാലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇന്നേ വരെ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? രക്തം നിർമ്മിക്കുന്ന ഒരു കമ്പനി ഇല്ലല്ലോ. മറിച്ച് അല്ലാഹു തആല വേറെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കൊടുത്ത രക്തം എടുത്ത് ഈ രോഗിക്ക് കയറ്റുക എന്നല്ലാതെ രക്തം ഉണ്ടാക്കാനുള്ള ഒരു കമ്പനി എവിടെയും ഇന്ന് വരെ തുടങ്ങിയില്ലല്ലോ. എന്ന് മാത്രമല്ല, ആ രക്തം എല്ലാവരുടേതും തുല്യമല്ല. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ഒന്ന് തന്നെ. എല്ലാവരും ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഒരാളുടെ രക്തം O ഗ്രൂപ്പ്, മറ്റൊരാളുടെ രക്തം A പോസിറ്റീവ്, അങ്ങനെ നെഗറ്റീവ്, പോസിറ്റീവ്, നമുക്ക് ഒരുപാട് ഇനങ്ങൾ രക്തങ്ങൾ. ഈ എൻ്റെ രക്തം A പോസിറ്റീവാണ്. എന്നാൽ സുഹൃത്തുക്കളെ, എൻ്റെ ഉമ്മക്ക് സുഖമില്ലാത്ത സമയത്ത് ഉമ്മാക്ക് രക്തം കൊടുക്കാൻ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ എൻ്റെ രക്തം എടുത്ത് കൊടുക്കാൻ സാധിച്ചു. ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അല്ലാഹു തആല മരിച്ചുപോയവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം എൻ്റെ രക്തം ടെസ്റ്റ് ചെയ്യുന്നു, ഉമ്മാന്റെ രക്തം ടെസ്റ്റ് ചെയ്യുന്നു. രണ്ടും ഒരേ ഗ്രൂപ്പാണോ എന്ന് നോക്കുന്നു. എന്നാൽ രക്തം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോലും കഴിഞ്ഞില്ലല്ലോ ഡോക്ടർമാർക്ക്. മറിച്ച് അല്ലാഹു സൃഷ്ടിച്ചത് ഉപയോഗപ്പെടുത്തുകയല്ലാതെ ഇവിടെ ആർക്കും ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും സർവാധികാരിയും സർവജ്ഞാനിയും സർവാധിപത്യമുള്ളവനും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ അധികാരവുമുള്ള ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്, ആ അല്ലാഹുവിന്റെ ഇഷ്ടാനുസരണം അവൻ നിയന്ത്രിക്കുന്ന, അവന്റെ തീരുമാനപ്രകാരം മാത്രം ചലിക്കാനും അടങ്ങാനും കഴിയുന്ന മനുഷ്യൻ. ഞാൻ ഒരു മനുഷ്യനെ അടുത്ത് കണ്ടു. അദ്ദേഹത്തിന് ഇങ്ങനെ ശരീരം വിറക്കുകയാണ്. അദ്ദേഹത്തിന് കൈ അടക്കി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. കൈ ഇങ്ങനെ വിറക്കുകയാണ്. വേറെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ കൈയൊന്ന് ചലിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അനങ്ങുന്നില്ല. കൈ അനക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ കണ്ണുള്ള എത്ര ആളുകൾ കാഴ്ചയില്ലാത്തവരുണ്ട്, കാതുള്ള എത്ര ആളുകൾ കേൾവിയില്ലാത്തവരുണ്ട്, കൈയുള്ള എത്ര ആളുകൾ പിടിക്കാൻ കഴിയാത്തവരുണ്ട്, കാലുള്ള എത്ര ആളുകൾ നടക്കാൻ കഴിയാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാം ലോകസൃഷ്ടാവായ റബ്ബിന്റെ തീരുമാനപ്രകാരം യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് പ്രകാരം അവൻ നിയന്ത്രിക്കുന്നു. ആ റബ്ബിന്റെ തീരുമാനപ്രകാരം അവന്റെ നിയന്ത്രണത്തിന് വിധേയമായി ജീവിക്കുന്ന മനുഷ്യൻ മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനി ശബീഹി വന്നദീരി.
ആ അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല, ആ അല്ലാഹു അല്ലാതെ നിയന്ത്രിക്കുന്നവനില്ല. എല്ലാ വിഷയങ്ങളും നിയന്ത്രിക്കുന്ന ആരുണ്ടോ അവരുടെ മേലെ എല്ലാം നിയന്ത്രണം അല്ലാഹുവിനാണ്. മംഗലാപുരത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്ലെയിൻ അപകടമുണ്ടായി. അല്ലാഹു അപകടങ്ങളിൽ നിന്ന് എല്ലാവരെയും കാക്കട്ടെ. അത് നിയന്ത്രിക്കുന്ന പൈലറ്റിന് എന്തേ സംഭവിച്ചത്? അല്ലാഹുവിന്റെ തീരുമാനം മറികടക്കാൻ ഒരു പൈലറ്റിനും കഴിയില്ല. ഇന്നലെ തൃശ്ശൂരിനടുത്ത് പടക്കം പൊട്ടി, അങ്ങനെ കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, അവിടെയും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ തീരൂലല്ലോ. ഒരു ദിവസം രാത്രി സുഖസുന്ദരമായി കിടന്നുറങ്ങി വയനാട്ടിൽ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ നേരം വെളുത്തു നോക്കുമ്പോൾ ആ മനുഷ്യരെ ഒന്നും കാണാനില്ല, അവരെ വീടുകൾ കാണാനില്ല, അവരെ സ്ഥാപനങ്ങൾ കാണാനില്ല. മുഴുവനും അതാ വെള്ളത്തിൽ മുങ്ങി നശിച്ചു ഒലിച്ച് ഭൂമിയുടെ അടിയിലേക്ക് നീങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, ആ വലിയ ദുരന്തം സംഭവിച്ച സമയത്ത് ഒരു പാവപ്പെട്ട കിഴവിയായ ഒരു സ്ത്രീ, അവൾ പർവ്വതത്തിന്റെ മേലെ ഒരു സ്ഥലത്ത് അഭയത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ആന നിൽക്കുകയാണ്. ഈ കാട്ടാന കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ടിട്ട്, ആനെ, ഞാൻ ഇങ്ങനത്തെ ഒരു വിഷമത്തിന്ന് വരികയാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ആ അമ്മയങ്ങ് വിളിച്ചു പറഞ്ഞു. ആ ആനയുടെ കാലിന്റെ അടുക്കൽ ഒന്നും ചെയ്യാതെ ആ അമ്മയെ ആന സംരക്ഷിക്കുന്നു. ആരാണ് സുഹൃത്തുക്കളെ? മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സർവ്വസൃഷ്ടികളുടെയും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? എല്ലാം സട്ടാവായ അല്ലാഹ്. തേരട്ട എന്ന് പറഞ്ഞിട്ടൊരു ജീവി, എന്താ പറയാ, കുറെ കാലുള്ളൊരു ജീവിയുണ്ട്, തേരട്ട എന്ന് പറയും അല്ലേ? എത്ര കാലുണ്ട്, പക്ഷെ നടന്നാലെത്തൂല, മെല്ലെ പോളൂ. കാലൊരുപാടുണ്ട്, നടന്നാലെത്തൂല. ഇനി അതിനെ ഒന്ന് സ്പീഡ് കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ പോയിട്ട് തട്ടു കൊടുത്താലോ പിന്നെ തീരെ നടക്കൂല, ചുരുണ്ട അവിടെ കിടക്കും. അതേ സമയത്ത് ഒരൊറ്റ കാലുമില്ലാത്ത ഒരു പാമ്പ്, ആ പാമ്പിനെങ്ങനെ ഓടാൻ കഴിയും? സുബ്ഹാനല്ലാഹ്, നമ്മൾ നിലത്ത് കിടന്നിട്ടൊന്ന് ഓടിയാൽ എങ്ങനെയുണ്ടാകും? നിലത്ത് കിടന്നിട്ട് നമ്മൾ ഒരു ഓട്ടം ഓടിയാൽ എങ്ങനെയുണ്ടാകും? ശരീരത്തിലെ തോലൊക്കെ പൊളിഞ്ഞില്ലേ, രക്തമൊലിച്ചില്ലേ? എന്നാൽ ഈ പാമ്പ് ഒരൊറ്റ കാലുമില്ല, അതിനോടുന്നതിനൊരു തടസ്സവുമില്ല. ചിലപ്പോൾ അതിന്റെ പിന്നാലെ ഓടിയിട്ട് വളരെ സ്പീഡിൽ ഓടുന്ന മനുഷ്യനെ, പാമ്പിനെ അതാ തൊടാൻ കഴിഞ്ഞില്ല. കാലുള്ളത് കൊണ്ട് നടന്നോളണമെന്നില്ല, കാലില്ലാത്തതുകൊണ്ട് നടക്കാൻ കഴിയാതിരിക്കണമെന്നില്ല. ലോകത്ത് മുഴുവനും പാഠങ്ങളാണ്. അതേ ലഖദ് വളഹസ്സബീലു ഇലൈക ഹഖാ ഫമാ അഹദുൻ അറാദക യസ്തദില്ലു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയാൻ, ഇതെല്ലാം പൂർണ്ണമായി അറിവുള്ള, എല്ലാറ്റിനും കഴിവുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന ഹകീമും ഖബീറുമായ ഒരുവന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്നറിയാൻ വലിയ ചിന്തയൊന്നും വേണ്ട. ഞാൻ ഇന്നലെ ഇങ്ങനെ വണ്ടിയിൽ ഓടി വരുമ്പോ
അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഓടി വരുമ്പോ അതാ പുഴയുടെ വക്കിനെത്തിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആ പുഴയുടെ വക്കിന് കുറെ പ്രത്യേകമായ ചെടികൾ, കണ്ടൽക്കാട് എന്നാണ് അതിന് പറയാ. ആ ചെടികൾ ആ വെള്ളത്തിൽ അതാ മണ്ണ് അലിഞ്ഞ് തിരിഞ്ഞ് പോകാതിരിക്കാൻ അല്ലാഹു തആല ആ പുഴയുടെ വക്കിൽ കൊണ്ടുവന്ന് അല്ലാഹു മുളപ്പിച്ചതാണ് കണ്ടൽക്കാട്. അതുപോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കത് കാണാം. അതേ സമയത്ത് അതേ കണ്ടൽക്കാട് നമ്മുടെ നാട്ടിൽ സാധാരണ സ്ഥലത്ത് കാണുന്നില്ല. കാരണം അത് അവിടെയാണ് ആവശ്യം. സുബ്ഹാനല്ലാഹ്. നിങ്ങളാരെങ്കിലും ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടോ? ലക്ഷദ്വീപിൽ പോയാൽ നമ്മൾ അമ്പരന്ന് പോകും. ചെറിയ നാട്, 2-3 കിലോമീറ്റർ മാത്രമുള്ള നാട്. അതിന്റെ 4 ഭാഗത്തും വളരെ വലിയ ആഴക്കടലുകളാണ്. ആ കടൽ ഏത് ഭാഗം നോക്കിയാലും കടൽ കാണുന്നു. മധ്യത്തിൽ കുറഞ്ഞ സ്ഥലത്ത് കുറെ ജനങ്ങൾ താമസിക്കുന്നു. ആ താമസിക്കുന്ന ജനങ്ങൾ സുബ്ഹാനല്ലാഹ് അവർക്ക് ശുദ്ധവെള്ളം കിട്ടണ്ടേ. 4 ഭാഗം കടലാണ്. പക്ഷേ ആ കടലിന്റെ സമീപത്ത് അവർ കിണർ കുഴിച്ചാൽ നല്ല ശുദ്ധവെള്ളം കിട്ടുന്നു. അല്ലാഹു വെച്ചു കൊടുത്ത സംവിധാനമാണ്. ഇനി സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ സാധാരണ വെള്ളം കിട്ടാൻ കിണർ കുഴിച്ച് താഴോട്ട് കുഴിച്ചു നോക്കലാണെങ്കിൽ, ഞാൻ വയനാട്ടിലെ വലിയ ഉയരമുള്ള മലയിലേക്ക് കയറിപ്പോയപ്പോ ആ വലിയ മലയുടെ മേലെ ആളുകളുണ്ട്. അവർക്ക് എങ്ങനെ വെള്ളം കിട്ടുമെന്ന് ചിന്തിക്കുമ്പോ കാണുന്നത് എന്താണ്? അതേ മേലെ നിന്ന് വെള്ളം പൊട്ടി താഴോട്ട് ഒലിക്കുകയാണ്. അതേ അവിടെ ആവശ്യമുള്ള വെള്ളം മേലെ തന്നെ ലഭിക്കുകയാണ്. ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയന്ത്രണം, അവന്റെ സൃഷ്ടിപ്പ്, അവന്റെ കൊടുതി. സുബ്ഹാനല്ലാഹ്. ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ വലിയ രസം തോന്നി. കടലങ്ങനെ തന്നെ തിരമാല ചക്രിയങ്ങ് അടിച്ചിങ്ങ് വന്നാൽ ഈ നാടങ്ങ് നക്കി നശിച്ചു പോകും. പക്ഷെ അതില്ലാതിരിക്കാൻ അല്ലാഹു തആല ആ ദ്വീപിന്റെ 4 ഭാഗത്തും വലിയ പാറക്കെട്ടുകൾ, വലിയ 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 പാറയുടെ കഷ്ണങ്ങൾ അല്ലാഹു തആല അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. 4 ഭാഗവും പാറക്കല്ല് കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ചെറിയ 2 ദ്വീപുണ്ട്. ബംഗാരത്ത്, തിണ്ണകര എന്ന് പറയുന്ന ദ്വീപുകൾ. ആ ദ്വീപിനടുക്ക് ചെന്ന് നോക്കുമ്പോ അടുത്തടുത്താണ്, 2 ചെറുതാണ്. ആളുകൾ താമസം ഇല്ലാത്ത ദ്വീപാണ്. അവിടെ ടൂറിസ്റ്റുകാരൊക്കെ പോകും. ഞാനും അഗത്തി ദ്വീപിൽ നിന്ന് ഒരു ദിവസം അവിടെ കാണാൻ പോയി. അങ്ങനെ ബോട്ട് കയറി പോയി ചെന്ന് നോക്കുമ്പോ അവിടെ ഈ 2 ദ്വീപും അടുത്തടുത്ത ദ്വീപാണ്. അതുകൊണ്ട് അതിന് 2നും കൂടി ഒരൊറ്റ മതിലാണ്. 2നും കൂടി പാറക്കെട്ടുകളെ കൊണ്ടുള്ള ഒരൊറ്റ മതിലിന്റെ ഉള്ളിലാക്കി അല്ലാഹു സംരക്ഷിച്ചു. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും നമുക്കിപ്പോൾ വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. കിണർ കുഴിക്കുമ്പോ ആ വെള്ളം മേൽഭാഗത്ത് നിന്ന് താനേ പെയ്തിറങ്ങുകയാണ്. അത് പിന്നീട് ഭൂമിയിലെത്തിയാൽ അത് നശിച്ചു പോകാതെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ആ സ്റ്റോർ ചെയ്യുന്നത് മണ്ണിന്റെ അടിയിലാണ്. മണ്ണ് എന്ന് പറയുന്നത് വലിയ ഫിൽട്ട് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് ആ മണ്ണിലത് സൂക്ഷിക്കുമ്പോൾ വെള്ളത്തിനൊരു കേടും വരുന്നില്ലെന്ന് മാത്രമല്ല, വെള്ളം കൂടുതൽ ശുദ്ധമാവുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ സർവ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത റബ്ബ്, ആ റബ്ബിന്റെ പാവപ്പെട്ട അടിമ അവനൊരിക്കലും അഹങ്കാരിയാകാൻ പാടില്ല. ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ പാടില്ല. വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ടാണല്ലോ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചവിട്ടിൽ
ആദ്യം തന്നെ കൽപ്പിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്, വേറെ ആരും ഇവിടെ വലിയവനില്ല. ഓരോ ദിവസവും അതാ എല്ലാവരും കേൾക്കുന്നത് 50 പ്രാവശ്യം ഉറക്കെ വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതേ 30 പ്രാവശ്യം ബാങ്കിലും 20 പ്രാവശ്യം ഇഖാമത്തിലും 50 തവണ വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ആ അല്ലാഹുവിലേക്ക് മനുഷ്യനെ ക്ഷണിക്കാൻ, അഥവാ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അല്ലാഹുവിന്റെ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ബോധവും അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ ചിന്തയും ഉള്ളവനായി അല്ലാഹുവിന്റെ മഹത്വത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കുന്നവനായി മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ അല്ലാഹു നിയോഗിച്ച അസാധാരണ മനുഷ്യന്മാരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ നിന്നും എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ആദരിച്ച് ബഹുമാനിച്ച് ശ്രേഷ്ഠപ്പെടുത്തി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അൽ മുസ്തഫൽ മുഖ്താർ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് രാവിലെ മുതവൽ ക്ലാസ്സിലെ മുതഅല്ലിമീങ്ങൾക്ക് തുഹ്ഫത്തുൽ മുഹ്താജ് ഓതിക്കൊടുത്തപ്പോ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മഹത്വം പറയുന്ന സ്ഥലത്ത് അൽ മുസ്തഫ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നബി തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അൽ മുസ്തഫ എന്ന് അലിഫ് ലാം കൂട്ടിയിട്ടാണ് പറയേണ്ടത്. ഇരിക്കട്ടെ, ആ അൽ മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി ക്ലിയറായ വ്യക്തിയാണ്. മിനസ് സഫവത്തി എന്ന് ഇബ്നു ഹജർ തങ്ങൾ അവിടെ ശറഹ് ചെയ്ത് കാണാം. എല്ലാ പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും എല്ലാ വിഷയങ്ങളിലും 100% ക്ലിയറായ വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുസ്തഫ അൽ മുഖ്താർ, അല്ലാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനത്തിൽ നിന്നും അല്ലാഹു തആല തെരഞ്ഞെടുത്ത വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ തെളിവുകളൊക്കെ അവിടെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കാണാം. അതേ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളെ ബഹുമാനിക്കുന്നവനാണ് മുഅ്മിൻ, ആ നബി തങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിനെ സഹായിക്കുന്നവനാണ് മുഅ്മിൻ. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ അൻ-നൂറല്ലദീ ഉൻസില മഅഹു. അല്ലാഹ് പറഞ്ഞില്ലേ, ആ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നവർ, വഅസ്സറൂഹു, ആ നബിയെ ബഹുമാനിക്കുന്നവർ, അതേ മാത്രമല്ല വനസറൂഹു, ആ നബിതങ്ങളെ സഹായിക്കുന്നവർ. നബിതങ്ങളെ സഹായിക്കൽ എങ്ങനെയാണ്? അവിടുന്ന് അധ്വാനിച്ച് പോറ്റി വളർത്തിയ പരിശുദ്ധ ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാമിന് വേണ്ടി അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, തലയിൽ നിന്ന് രക്തം വെട്ടി ഒലിച്ചിട്ടുണ്ട്, കാലിൽ നിന്ന് രക്തം വെട്ടി ഒലിച്ചിട്ടുണ്ട്, നാടും വീടും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാനായിരുന്നു. ആ ദീൻ ഇവിടെ നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സഹായിച്ചാൽ ഹബീബ് നബി തങ്ങളെ സഹായിച്ചവനായി. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അവർ ഇൽമു പഠിക്കുന്നത് എന്തിനാണ്? ദീൻ ഇവിടെ നിലനിർത്താനാണ്.
ആ മുതഅല്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുന്നവരാണ്. ആ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന ഉസ്താദുമാർ നബിതങ്ങളുടെ ദീനിനെ സഹായിക്കുന്നവരാണ്. മദ്രസയിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ അള്ളാന്റെ ദീനിനെ സഹായിക്കുന്നവരാണ്. അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കുന്നവരാണ്. ആ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി അതാ മാസത്തിൽ സംഖ്യ കൊടുക്കുന്നവർ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പള്ളിയിൽ വിളിച്ച് പറയാൻ ഒരാളെ നിശ്ചയിച്ചപ്പോൾ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം. അതുപോലെ ഇമാമിന് ശമ്പളം കൊടുക്കണം. അത് സംഘടിപ്പിക്കുന്ന കമ്മിറ്റിക്കാർ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരാണ്. അങ്ങനെ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ അവരെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളാണ്. അതേ സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു പറയാണ്, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹ്. ആ നബിതങ്ങളുടെ കൂടെ ഇറക്കപ്പെട്ട വെളിച്ചം പരിശുദ്ധ ഖുർആൻ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ നാല് കാര്യം, ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അപ്പൊ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കണം. നബിതങ്ങളെ ശരിക്കും ബഹുമാനിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞതിനെതിരെ ഒന്നും ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ കണ്ട് ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം. ഈ ഹദീസ് ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം അറബിയിൽ ഖുതുബ ഓതിയിട്ട് അറബിയിൽ ജുമാ നിസ്കരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ മാത്രമാണ് ജുമാ നിസ്കരിച്ചത്. അപ്പൊ പിന്നെ ജുമാ നിസ്കാരത്തിനൊരു ഭാഷ, ഖുതുബക്ക് വേറൊരു ഭാഷയാക്കിയ നബി തങ്ങൾ പറഞ്ഞ പോലെ ആയില്ല. നബി തങ്ങളെ അനുസരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലത്തെ നിസ്കാരമായില്ല. അപ്പൊ അറബിയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ മാത്രം ജുമാ നിസ്കരിക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചവനാവുള്ളൂ, നബി തങ്ങളെ ബഹുമാനിച്ചവനാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരാള് വിവരമില്ലാതെ എങ്ങനെ യാത്ര പോകുമ്പോ വെള്ളിയാഴ്ച ഉച്ചക്കൊരു പള്ളി കണ്ട്, ആ പള്ളി യാത്രക്കാരനായതുകൊണ്ട് അയാളുടെ നീണ്ട യാത്രയില്ല, അയാൾക്ക് ജുമാ ഉജൂബില്ല. അപ്പൊ അദ്ദേഹം ഏതായാലും ളുഹർ നിസ്കരിക്കണമെന്ന് വിചാരിച്ചിട്ട്, നിസ്കാര പള്ളിയാണെന്ന് വിചാരിച്ചു, ജുമാ ഇല്ലാത്ത പള്ളിയായിരിക്കും വിചാരിച്ച് കയറി നോക്കുമ്പോ അതൊരു സലഫിന്റെ പള്ളി. അവിടെ നോക്കുമ്പോ അവരൊരു മീറ്റിങ്ങും പ്രസംഗവും ഉണ്ട്. മീറ്റിങ്ങിലല്ലേ പ്രസംഗിക്കുക, അല്ലാതെ ജുമാക്ക് ഖുത്ബല്ലേ ചെയ്യുക. അവർ പ്രസംഗിക്കുകയാണ് മെമ്പർമാർ. എന്നിട്ട് ഒരു മീറ്റിങ്ങും ഒരു പരിപാടി. അങ്ങനെ ആ മലയാളത്തിലുള്ള പ്രസംഗം കേട്ട് അവരെ കൂടെ ഇവൻ ജുമയാണെന്നും വിചാരിച്ച് നിസ്കരിച്ചാൽ അവൻ ളുഹർ പിന്നെ മാറ്റിക്കിരിക്കണം. എന്താ സംശയം? അത് ജുമയല്ലല്ലോ, അത് ജുമയല്ലല്ലോ, അത് മീറ്റിങ്ങും പ്രസംഗമല്ലേ, അത് നിസ്കാരാണെങ്കിൽ ഷർത്തൊക്കെ ഉണ്ട്. അവർത്ത് മറക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും, ഒതു കൊടുക്കാണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. ഇതുപോലെ ഖുതുബ ശരിയായ ഖുതുബ ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരാവോ? അതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്ത് വേണം? അവനങ്ങനെ പെട്ടുപോയെങ്കിൽ ളുഹർ മാറ്റി നിസ്കരിക്കണം, യാതൊരു സംശയവും ഇല്ല. ഇതിപ്പോ പുരുഷനെ പറ്റിയാ ഞാൻ പറഞ്ഞു. പിന്നെ ആ കേറിപ്പെട്ട ഒരു പെണ്ണാണെങ്കിലോ, എന്നാ പിന്നെ പറയുകയും വേണ്ട. അവള് വേണ്ടാത്ത വിഷയത്തിൽ കയറിയതാ. അവൾക്ക് പള്ളിയിൽ സുന്നിന്റെ പള്ളിയാണ് തന്നെ കയറിയിരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അങ്ങനല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ. അപ്പൊ പിന്നെ യാത്രക്കാരാകുമ്പോൾ എന്താ ചെയ്യാ? യാത്രക്കാരാകുമ്പോ യാത്രക്കാരികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിന്റെ പരിസരങ്ങളിൽ പല സ്ഥലത്തും നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ കയറി നിസ്കരിച്ചാൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ കയറി നിസ്കരിച്ചാൽ കുഴപ്പമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോട്ടെ, അതൊരാവശ്യവും തന്നെ ഇല്ല. ഇനി ഏതായാലും പോയി പെട്ടു എന്ന് വിചാരിക്കുക. എന്നാലോ അവൾ അവിടെ വെച്ച് ഒരിക്കലും ആ മീറ്റിംഗിൽ പങ്കെടുത്ത് തിരിച്ചു വന്നിട്ട് ഞാൻ ജുമാ നിസ്കരിച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല. മറിച്ച് ളുഹർ നിസ്കാരം തന്നെ നിർവഹിക്കണം.
അങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുത്ത് ഇറങ്ങി വന്നിട്ട് ഏതെങ്കിലും ഒരുത്തനോട് ചോദിച്ച് ഞാൻ ഇങ്ങനെ ഒരു നിസ്കാരം നിർവഹിച്ച് മതിയാവുന്നു, അതിനൊരു കുഴപ്പമില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ ഓന് ലോകത്തൊരു വിവരമില്ല. യാതൊരു നിസ്കാരത്തിന്റെ ചെറുത്തും അറിയില്ല, ജുമാന്റെ ചെറുത്തും അറിയില്ല, ജുമാന്റെ ഫർദും അറിയില്ല, ഒന്നും അറിയില്ല. ഇനി ഞാൻ പറയട്ടെ, ജുമയാകണമെന്നില്ല. അല്ലാത്ത നിസ്കാരം തന്നെയാണെങ്കിലും നിസ്കാരത്തിന് ചെറുത്തും ഫർദും ഇല്ലേ? ആ ചെറുത്തും ഫർദും ഒക്കെ അംഗീകരിക്കുന്നുണ്ടോ ഈ പുത്തൻവാദികൾ, സലഫികൾ, ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ? ഇല്ലല്ലോ. നിങ്ങൾ എടുത്തു നോക്ക്, 1982 സലഫികളുടെ മദ്രസ പുസ്തകം എടുത്തു, എൻ്റെ അടുത്തുണ്ട്. അതിൽ നിസ്കാരത്തിന് ഫർദ് 9 പറഞ്ഞു, നിയ്യത്തില്ല. അതുപോലെ 5 ഫർദയിലില്ല. അപ്പൊ അവർ പിന്നീട് ഞാൻ അതിനെ സംബന്ധിച്ച് അവരെ പുസ്തകം കാണിച്ച് ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോ പിന്നീട് അവരെ കൂട്ടത്തിൽ 2 ആൾ രാജിവെച്ച് കല്ലിക്കണ്ടി. അതിന്റെ ശേഷം പിന്നെ 5 കൂട്ടി ചേർത്തിട്ടുണ്ട്. അത് വേറെ, അത് ആത്മാർത്ഥമായി ചെയ്തതല്ല, ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്ന നിസ്കാരത്തിന് അവർക്ക് നിയ്യത്തില്ല. പിന്നെ എങ്ങനെ എഞ്ചിൻ കേടായാൽ പിന്നെ ബോഗി പോയി കൊളുത്താൻ പറ്റും? നിയ്യത്തില്ലാത്ത നിസ്കാരത്തിന് നമ്മളിങ്ങനെ തുറന്ന് നിസ്കരിക്കുകയാണ്. ചിലപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഭാര്യനെ തൊട്ടിട്ടാ വരിക, അപ്പൊ ഒതുവും ഉണ്ടാവില്ല. ഒതുവിന് എന്നെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവില്ല, അമ്പകയിൽ ഒതു എടുത്തതിനെ ശരിയായിട്ടുണ്ടാവില്ല. പിന്നെ സുബ്ഹാനല്ലാഹ്, ഇതിന്റെ ഒക്കെ പുറമേ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലത്തെ ഒരു കേവല മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും. പിന്നെ ഈമാനും പോയി. അള്ളാഹിനെ സംബന്ധിച്ച് പഴയ കാലത്ത് യൗമ യുക്സഫു അൻ സാഖ് എന്ന് പറഞ്ഞ ആയത്തിൽ പഴയ കാലത്ത് മുജാഹിദിന്റെ സലഫിന്റെ മൗലവിമാരൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ട്. അവരെ ഖുർആൻ പരിഭാഷയിൽ അർത്ഥം വെച്ച് എന്താ പറയുക? യൗമ യുക്സഫു അൻ സാഖ്, കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം, കാര്യം കൊടുമ്പിരി കൊള്ളുന്ന ദിവസം. ഇങ്ങനെയൊക്കെയാണ് അമാനി മൗലവിന്റെ, ഉമർ മൗലവിന്റെ ഒക്കെ പഴയ പരിഭാഷ. ഇപ്പൊ എന്താ അർത്ഥം എന്നറിയോ? യൗമ യുക്സഫു അൻ സാഖ്, അല്ലാഹു തആല തണ്ടങ്കാലം ഒന്ന് തുണി കയറ്റുന്ന ദിവസം. അള്ളാഹിനെ പറ്റി പറഞ്ഞതാ. ഇതാ സലഫി എന്ന് പറയുന്നത്. ഇവനെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. അപ്പോ ഒരിക്കലും ആരെങ്കിലും അറിവില്ലാത്തവർ അറിവുകേട് പറയുമ്പോ അതൊന്നും വിശ്വസിച്ചു പോകരുത്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ദീനിന്റെ ഇൽമ് പഠിക്കണം, അത് അറിയണം, പഠിപ്പിക്കണം, അത് പിന്തുടർന്ന് ജീവിക്കണം. സുഹൃത്തുക്കളെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാതെ അവിടുന്ന് ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചാൽ ഈമാൻ കിട്ടില്ല. അല്ലാഹുവിന് തണ്ടങ്കാലുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഈമാൻ കിട്ടില്ല. ഈമാനോടെ മരിക്കണമെങ്കിൽ ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു, നബിതങ്ങളെ ബഹുമാനിക്കണം, വനസറൂഹു, നബിതങ്ങളുടെ ദീനിനെ, നബിതങ്ങളെ സഹായിക്കണം, നബിതങ്ങളെ കൂടെ അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഖുർആൻ അംഗീകരിക്കണം. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്ത്രീകളോട് എന്താണ് അല്ലാഹുവിന്റെ കൽപ്പന? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തുൽ ഊലാ വഅഖിംന സ്വലാഹ്. അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കണം, നിങ്ങൾ ഭംഗി പ്രകടിപ്പിക്കരുത്. നിങ്ങളൊക്കെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ഇപ്പൊ സുബ്ഹാനല്ലാഹ്, ഇനിയിപ്പോ മെയ് 5 വേണ്ടി കാത്തുക്കാണ് പലരും. ഇലക്ഷന്റെ റിസൾട്ട് വരാനുണ്ട്. റിസൾട്ടിങ് ഇത് കേരളവും കർണാടകവും എനിക്കറിയില്ല, കേരളം ആണെങ്കിൽ ഞാൻ പറയില്ല. റിസൾട്ടിങ് വന്നാലുണ്ടാവും കുറേ യുവതികളായ പെണ്ണുങ്ങൾ റോട്ടുമിലിറങ്ങി തുള്ളുന്നു. അതിങ്ങനെ വീഡിയോ എത്തിട്ട് ലോട്ടാകെ പ്രചരിപ്പിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നോ? ഇപ്പൊ പുതിയ പുതിയ ഓരോന്നിറങ്ങല്ലേ, ഓരോന്ന് തുടങ്ങല്ലേ. അള്ളാന്റെ ഖുർആനിനെ ധിക്കരിക്കല്ലേ ഉമ്മമാരെ, ഖുർആൻ വലിച്ചെറിയല്ലേ. പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കാതെ ജീവിക്കുന്ന കക്ഷികൾ, സുബ്ഹാനല്ലാഹ്, യാ ലൈതനി തഖൗതു മഅർ റസൂലി സബീലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആൻ ഇവർ അംഗീകരിച്ച് ജീവിച്ചില്ല അല്ലാഹ് എന്ന് ഹബീബ് നബി തങ്ങൾ കംപ്ലൈന്റ് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം.
നബിതങ്ങളുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അത് നന്നായി പഠിച്ച ഇമാമീങ്ങൾ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കണം. അതേ സൽക്കർമ്മങ്ങളിൽ അതിപ്രധാനമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സലാത്തിയുൽ നിർബന്ധാണ്, സുന്നത്തല്ല. സലാത്ത് നിർബന്ധാണ്. അല്ലാഹു പറഞ്ഞില്ലേ സല്ലൂ സലാത്തി അല്ലണം, പിന്നെ നിർബന്ധാണ്ട് പോകും. അല്ലല്ലേ പറഞ്ഞു സലാത്തില്ല. ആ നിർബന്ധം എവിടെയാണ്? നിസ്കാരത്തിൽ സലാത്തിയുൽ നിർബന്ധമാണ്. ഖുതുബയിൽ സലാത്തിയുൽ നിർബന്ധമാണ്. അതേ ഖുതുബ കേവലം ഒരു പ്രസംഗമല്ലല്ലോ. ഖുതുബയിൽ സലാത്തിയുൽ നിർബന്ധമാണ്. അതുപോലെ മയ്യിത്ത് നിസ്കാരത്തിൽ സലാത്തിയുൽ നിർബന്ധമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിർബന്ധമായും സലാത്ത് ചൊല്ലേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, അവിടുത്തെ പേര് ഓർമ്മിക്കുമ്പോൾ തന്നെ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി സലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതേ നിസ്കാരം ഫർളും സുന്നത്തും ഉള്ളതുപോലെ, നോമ്പ് ഫർളും സുന്നത്തും ഉള്ളതുപോലെ, ഹജ്ജ് ഫർളും സുന്നത്തും ഉള്ളതുപോലെ, അതേ ധർമ്മം ഫർളും സുന്നത്തും ഉള്ളതുപോലെ സലാത്ത് ഫർളും സുന്നത്തുമുണ്ട്. അല്ലാത്ത ഏത് സമയങ്ങളിലും സലാത്ത് സുന്നത്ത് തന്നെയാണ്, പുണ്യമാണ്. എന്നാൽ ദുആ തുടങ്ങുമ്പോൾ പ്രത്യേകം സുന്നത്താണ്, ദുആ തീരുമ്പോൾ പ്രത്യേകം സുന്നത്താണ്. രണ്ടാളുകൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം സലാത്ത് സുന്നത്താണ്. ആളുകൾ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി കയ്യും പിടിച്ചിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അതേ മീറ്റ് ചെയ്യുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്, വിട്ട് പിരിയുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് 3 സലാത്തോടെ പിരിച്ചു വിട്ടു എന്ന് പറയും. വിട്ട് പിരിയുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്. അങ്ങനെ പ്രത്യേകം സലാത്ത് സുന്നത്തുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. പള്ളിയിൽ കയറുമ്പോൾ പ്രത്യേകം സലാത്ത് സുന്നത്തുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മത്തുകളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആള് ആരാണ്? അക്സറുഹും അലയ്യ സലാ, ഏറ്റവും കൂടുതൽ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ സലാത്തിന്റെ വാർഷികമാണെന്ന് പറഞ്ഞു. ധാരാളം സലാത്ത് ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. വെറും സലാത്തിന്റെ സാസിൽ മാത്രം ചൊല്ലിയാൽ പോരാ. ഒരു ചെറിയ സലാത്ത് ഞാൻ പറയാം. ഒരു 100 സലാത്ത് ദിവസം പതിവാക്കണം. അതിനാകെ 8 മിനിറ്റ് മതി, അല്ലേ 10. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അതിലെന്തെല്ലുണ്ട്? സലാത്തുണ്ട്, നബി തങ്ങളുടെ മദ്ഹുണ്ട്. നിങ്ങളുടെ മദ്ഹ അലാ സയ്യിദിന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സറഫാക്കപ്പെട്ട മുഹമ്മദ് എന്ന പേരുണ്ട്. വഅലാ ആലിഹി, നബിയുടെ കുടുംബത്തിന്റെ പേരിലും സലാത്തുണ്ട്. അതും സുന്നത്താണല്ലോ. വസഹബിഹി, നബി തങ്ങളുടെ സഹാബികളെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഷിയാക്കളെ പോലല്ല. ഷിയാക്കൾ സഹാബത്തിനെ അംഗീകരിക്കില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയും, ഉമർ ഇബ്നു ഖത്താബിനെ കുറ്റം പറയും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിസ്സാരപ്പെടുത്തും. അത് ശരിയായ ഇസ്ലാമല്ല. ഓ സുഹൃത്തുക്കളെ, സഹാബത്തിന്റെ പേരിലും സലാത്ത് വേണം. വസല്ലിം, സല്ലൂ അലൈഹി വസല്ലിമൂ, സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞ അതേ ഖുർആൻ സലാമും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സലാമും ഇപ്പോൾ ചൊല്ലിയ ഈ സലാത്തിലുണ്ട്. സുഹൃത്തുക്കളെ, ആ സലാത്ത് ഏറ്റവും ചുരുങ്ങിയതൊരു 100 തവണ ദിവസേന ചൊല്ലണമെന്നും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 സലാത്ത് ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താൽ നമുക്കതും ചൊല്ലി അങ്ങ് കിടക്കാമല്ലോ. അതിന് പരിശ്രമിക്കണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എല്ലാവരും എഴുന്നേറ്റുന്നൊരു സലാത്തില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലിം. അങ്ങനെ നിങ്ങളൊന്ന് വേണേ വാച്ച് നോക്കിക്കോ. ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ സെക്കൻഡ് മതി.
10 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 സ്വലാത്ത് എന്തായാലും ചൊല്ലാൻ പറ്റും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി ആ നബി തങ്ങളുടെ മുഖം നമുക്ക് കാണണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കയിൽ പോയി ഒരുമിച്ച് കൂടണം. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ സാധിക്കണം. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. അവിടുന്ന് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞില്ലേ? ആ ഉദ്ഘാടനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. അതിന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാദരവ് വർദ്ധിപ്പിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലുകയും വേണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും ഇരിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസും ഈ പരിപാടിയും ഇവിടെയുള്ള ദീനീ സ്ഥാപനങ്ങളും പള്ളിയും മദ്രസയും എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഖബൂൽ ചെയ്യണം റഹ്മാനേ. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അമാനി മക്കയിൽ നിന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ ഈ പരിപാടി. അപ്പൊ ഞാനത് ഏറ്റു. അത് എലക്ഷൻ വന്നിട്ട് മാറ്റേണ്ടി വന്നു. ഇന്നത്തെ ദിവസം അല്ലാഹു തആല നിശ്ചയിച്ച സമയത്തല്ലേ എല്ലാം നടക്കുക. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ശേഷം നല്ല വാദ് ഇസ്ലാം ഉസ്താദും മറ്റു ഉസ്താദുമാരൊക്കെ പറയും. എല്ലാം കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ. ഞാൻ ബറക്കത്തിന് വേണ്ടി മാത്രം കുറഞ്ഞ സമയം സംസാരിച്ചതാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും കബൂൽ ചെയ്യുമാറാകട്ടെ. സാധാരണ നിലക്ക് വാദ് തുടങ്ങുന്ന സമയം അതിനേ ഉള്ളൂ. നമ്മൾ മഗ്‌രിബിന് പരിപാടി വെച്ചതുകൊണ്ടാണ് ഞാൻ നേരത്തെ മഗ്‌രിബിന് തുടങ്ങാൻ വിചാരിച്ചു വന്നത്. പക്ഷെ നിങ്ങളാരും അന്നേരം എത്തിയില്ല. ആളുകൾ ഇപ്പം ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് വരുന്ന ആളുകൾക്കൊക്കെ പ്രസംഗം കിട്ടണമല്ലോ. അതിനുവേണ്ടിയാണ് ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് ശേഷം പ്രസംഗിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അർഹമർ റഹീബിനായ റബ്ബേ, ഗൾഫ് നാടുകളിലുള്ള വലിയ പ്രയാസം ഞങ്ങളുടെ നാട്ടിൽ എല്ലാ ജനങ്ങളും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം പറഞ്ഞ അവിടുത്തെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഈ മജ്‌ലിസിൽ വെച്ച് നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഗൾഫ് നാടുകളിലെയും ലോകത്തുള്ള എല്ലാവരെയും നടുക്കുന്ന ആ യുദ്ധവും പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്കും ഖൽബിൽ ഏത് നല്ല ഉദ്ദേശമുണ്ടോ നീ അത് നിറവേറ്റി തരണം റഹ്മാനെ. അമാനി ഉസ്താദടക്കം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മക്കയിലോ മറ്റു പ്രദേശങ്ങളിലോ പോയിട്ടുള്ള ആളുകൾ ആരുണ്ടോ അവരെയൊക്കെ നീ അവരവരുടെ നാടുകളിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കണം റഹ്മാനെ. ഹജ്ജ് ഉംറ സിയാറത്തിന് പോകുന്നവരുണ്ട്, പോയവരുണ്ട്. അവർക്കെല്ലാം നിന്റെ സംരക്ഷണം നൽകി നീ പൊരുത്തപ്പെട്ട നിലക്കുള്ള അമല് ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങൾക്കും ജീവിതത്തിൽ പലതവണ അതിന് ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെ ഖൽബിൽ എന്തുദ്ദേശമുണ്ടോ? ഞാനിവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ഏൽപ്പിച്ചവരുണ്ട്. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവരാരുണ്ടോ? സദഖ നൽകുന്നവരുണ്ടോ? ഈ മഹത്തായ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് സഹായിച്ച ആരുണ്ടോ? എല്ലാവരുടെയും ഖൽബിലെ ഖൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം റഹ്മാനെ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ബിസിനസ്സുകളിലും ജോലികളിലും യാത്രകളിലും അധ്യാപനങ്ങളിലും പഠനങ്ങളിലും കൃഷികളിലും ഏത് വഴി തേടുന്നുണ്ടോ മഈശത്തിന് അതെല്ലാം ഖൈറിലും ബറക്കത്തിലുമാക്കണം റഹ്മാനേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.